ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. ആ കുഞ്ഞിനെ കൊന്നു. അപ്പൊ പറഞ്ഞു, നിരപരാധിയായ കുട്ടികളെ കൊന്നല്ലോ, ലഖദ് ജിഅത ശൈഅൻ നുക്റാ, വളരെ മോശമായല്ലോ ഖദർ നബി ഞങ്ങൾ ചെയ്തത്. ഒരു കുട്ടിയെ കൊല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാര്? വലിയ വലിയ ഇൽമുള്ള മഹാനാണെന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞിനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. ഞങ്ങള് തങ്ങളുടെ ഒരു വഅലിന് പോയിട്ടേ, തങ്ങളുടെ നാട്ടിലെ വഅല് കഴിഞ്ഞ് ഇതേപോലെ ഇന്നലെ രാത്രി നാട്ടിലായിരുന്നു, അതുപോലെ വഅല് കഴിഞ്ഞ് സുബൈക്ക് 4:30 മണിക്കുള്ള ഫ്ലൈറ്റിന് പോരാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോയാ. അപ്പൊ കോഴിക്കോട് മിനിമം ഒരു 3 മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യണം, അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. തങ്ങളെ വീട്ടിൽ നിന്ന് പോവാണ്. പ്രോഗ്രാം നേരം വൈകിപ്പോയി. തങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ഇറങ്ങുന്നത് 12:20-25 ആയിട്ടുണ്ട്. 12:25 കാറ് വിട്ടാൽ കോഴിക്കോട് 3 മണിക്ക് എത്താൻ ഒരു ചാൻസും ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങളപ്പ നേരം വൈകിയല്ലോ, എത്തുങ്ങൾ നേരത്തെ എത്തുമെന്ന് പറഞ്ഞു. നേരത്തെ എത്തുമെന്ന് പറഞ്ഞു. വണ്ടി വിട്ടു. ഞങ്ങൾ 2:45 കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ 12 മണിക്ക് കാഞ്ഞങ്ങാടൊന്ന് വിട്ടു, ഒരു 3 മണിയായപ്പോഴേക്കും എയർപോർട്ട് എത്തി. പക്ഷേ 12:20 കാഞ്ഞങ്ങാടും കാസർഗോഡും കഴിഞ്ഞ് കുമ്പളയും കഴിഞ്ഞ് ഉള്ളിലാണ് ആരിക്കാടി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് 12:30 വിട്ടിട്ട് 2:45 കോഴിക്കോട്. ഇങ്ങനെ വലിയ നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു നേരത്തെ എത്തുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ സാധാ വൈകിപ്പോയാൽ പോലും നേരത്തെ പോയാൽ പോലെ എത്താത്തതിന് വിരുദ്ധമായ വളരെ നേരത്തെ തന്നെ. അല്ലാഹുവേ, ഇതൊക്കെ നിബിതങ്ങളുടെ കറാമത്തിന്റെ, നിബിതങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണമെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണല്ലോ, തങ്ങളുടെ ചോരബന്ധമുള്ള കുടുംബമാണല്ലോ ഇവര്. അപ്പൊ തങ്ങളുടെ ചോരബന്ധം ഉണ്ടാവുമ്പോൾ സയ്യിദന്മാർക്ക് അല്ലാഹു തആല വലിയ മഹത്വം കൊടുക്കുകയാണ്. ഇതിന്റെയൊക്കെ അസുലാണ് നിബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും? നിബിതങ്ങളുടെ തലമുറകളിൽ വരുന്ന ചോരബന്ധത്തിൽ അല്ലാഹു കൊടുക്കുന്ന അത്ഭുതങ്ങളാണ് ഇതൊക്കെ. പറഞ്ഞത് ദുആ ചെയ്ത് അങ്ങനെ തന്നെ എന്താ പറയുന്നത് പോലെ. അപ്പോ അതൊക്കെ നിബിതങ്ങളുടെ മഹത്വം എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുക തങ്ങളുടെ ചോരയിലൂടെ. കോടിക്കണക്കിനല്ലേ സയ്യിദന്മാർ, തങ്ങന്മാർ ലോകത്ത് മൊത്തം. അവരിൽ ഓരോരുത്തരിലും കാണുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ചെറിയ പരിമിതി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുകയാണ് ഇതൊക്കെ. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും മറുപടി പറയണ്ട. അത് അനുഭവിച്ചറിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ശാന്താറാം ഷെട്ടിനെ പോയി കണ്ടാൽ മതി, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാം. മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, എന്താ ഒരു ഹോസ്പിറ്റലിന്റെ പേര്? ഒരു വലിയ തിരക്ക് പിടിച്ച മാസങ്ങളോളം വേണം അദ്ദേഹത്തിന്റെ ബുക്ക് ചെയ്യാൻ. തങ്ങൾ പറഞ്ഞാച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെയാണ്. അത്രയും വലിയ നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ക്യാൻസർ വന്നിട്ടാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആരാ പറഞ്ഞു തങ്ങളെ പോയി കണ്ടേക്കുന്നു. അല്ലാ, തങ്ങളോട് ചില മത്സരാർത്ഥികൾ വന്ന് കാണും ഇലക്ഷന്റെ മുമ്പേ. തങ്ങൾ ഒരാളോട് പറഞ്ഞു മത്സരിക്കേണ്ട, തോൽക്കുന്നു പറഞ്ഞു. പക്ഷെ കേൾക്കാതെ മത്സരിച്ചു, തോറ്റു. അതവിടെ കാസർഗോഡക്കാരെ ആരാണ് എന്താണെന്നൊക്കെ തങ്ങൾ പറയും, മുഖത്ത് നോക്കി പറയും, നീ ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചു, പിന്നെ ഒന്നും ആലോചിക്കണ്ട. അങ്ങനെ ഒരാളോട് അങ്ങനെ ജയിക്കുമെന്ന് പറഞ്ഞു, അയാൾ ജയിച്ചു. ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മനുഷ്യനായിരുന്നു. സ്ഥിരം ജയിച്ചു പോരുന്ന ആളുണ്ട്, മത്സരിക്കേണ്ട, തോൽക്കുന്നു പറഞ്ഞു. എന്നാലും മത്സരിച്ചു, തോറ്റു. അപ്പോ അങ്ങനെ ദുന്യവിയും ഉഖ്റവിയുമായ നമുക്ക് ഉഖ്റവിയായ വിഷയങ്ങൾ ചോദിക്കും. അവരോടൊക്കെ ഈമാൻ സലാമത്താവാനും ആക്കിബത്ത് നന്നാവാനും അതൊക്കെ ചോദിക്കാം. ഇലക്ഷനിൽ ജയിക്കാൻ അതൊന്നല്ല ചോദിക്കേണ്ടത്. അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉഖ്റവിയായ വിഷയങ്ങൾ പറയണം. അസുഖം മാറാനും ഒക്കെ ഓരോരുത്തർക്കും പല പരാതികളും പറയാനുണ്ടാവും. എന്ത് ചെയ്യുക? എപ്പോഴൊക്കെ പറ്റുമ്പോ ഒന്ന് ചെന്ന് കാണാം. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും തരട്ടെ. ആമീൻ. ആ കുട്ടിയെ കൊന്നപ്പോ മഹാനായ ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. ആയത്ത് ആവർത്തിക്കണ പോലെ തോന്നും, പക്ഷെ ഇതിൽ ലക എന്നൊരു വ്യത്യാസമുണ്ട്. ഖാല അലം അഖുൽ ലക, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആദ്യം പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഖാല അലം അഖുൽ ഇന്നക, നിങ്ങൾക്ക് എന്റെ കൂടെ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ പറ്റൂല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഖാല അലം അഖുൽ ലക, അതൊരു താക്കീതുണ്ട്. ഒരു പ്രാവശ്യം മറന്നു, 2ാം പ്രാവശ്യം മറന്നു എന്ന് പറയാൻ പോവാണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചുകൂടാൻ പറ്റൂല. അതിൽ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി. ഇനി മൂസ നബി അങ്ങോട്ട് പറഞ്ഞതാ, അത് മൂസ നബിക്ക് പറയേണ്ടതില്ലായിരുന്നു എന്ന് പറയും.
കാരണം മൂസ നബി അങ്ങോട്ട് പറഞ്ഞുപോയി, ഇനിയും തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തന്നാൽ മതി എന്നാ പറയേണ്ടത്. പക്ഷെ മൂസ നബി എന്ത് പറഞ്ഞു? ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ, ഇനി എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബ്നി, എന്നെ കൂടെ കൂട്ടണ്ട. അത് മൂസ നബിക്ക് പറയേണ്ടതില്ലായിരുന്നു, അത് ഖിദർ നബിയായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന മൂസ നബി അങ്ങനെ പറഞ്ഞുപോയി. ഇനി എങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പിരിയാം, കുഴപ്പമില്ല, ഇതും കൂടെ ഒരിക്കലൂടെ എന്ന് പറഞ്ഞു. ഖദ് ബലഗത മിൻ ലദുന്നി ഉദ്റാ, എനിക്കിതൊരു മാപ്പ് തരണം, പേച്ചുപോയതാണ്, ഇനി ഞാൻ ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഫൻസലഖാ, രണ്ടുപേരും വീണ്ടും യാത്ര പോയി. ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ, ഒരു ഗ്രാമവാസികളുടെ അരികത്തേക്ക് എത്തിയപ്പോൾ ഇസ്തത്അമ അഹ്ലഹ, ആ നാട്ടുകാരോട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ വിദേശികളായ യാത്രക്കാരൊക്കെ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെട്ടാൽ ആ പ്രദേശത്തുള്ള ആളുകൾ അവരെ സഹായിക്കണം എന്നാണ്. ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ, അവർക്ക് ആതിഥ്യമരുളാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു. ഭക്ഷണമൊന്നും കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഫവജദാ ഫീഹാ ജിദാറൻ, അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു മതിൽ അവർ കണ്ടു. യുരീദു അൻ യൻഖല്ല, വീഴാറായി നിൽക്കുന്ന മതിൽ. ഫഅഖാമ, അത് പോയിട്ട് ഖിദർ നബി നേരെയാക്കി കൊടുത്തു. ഒരു മതിൽ വീഴാറായി നിൽക്കുന്നു, അത് പോയിട്ട് കല്ലൊക്കെ താഴെ വെച്ച് രണ്ടാമത് താഴെ നിന്ന് പെടുത്തിട്ട് ഖിദർ നബി ആ മതിലങ്ങ് ലെവലാക്കി കൊടുത്തു. ഖാല, മൂസ നബി ചോദിച്ചു പോവാൻ, ലൗ ശിഅ്ത, ഇതൊന്നും വലിയ ചോദ്യമൊന്നുമല്ല, നോക്കണം. മൂസ നബി എന്താ പറഞ്ഞേ? ലൗ ശിഅ്ത ലത്തഖദ്ത അലൈഹി അജ്റ, ഇതെന്തിനെ വെറുതെ ചെയ്യേണ്ടത്, അതിന് വല്ല പൈസ വാങ്ങിക്കൂടെ, നിങ്ങൾ വെറുതെ ഇത് ചെയ്യേണ്ടതുണ്ടോ? ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, നമ്മൾ രണ്ടാളും പിരിയാണ് മൂസ നബിയെ, കഴിഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൂടെ നടക്കാൻ പറ്റൂല, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ, ഈ ചോദ്യം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ പാടില്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു കാര്യമായ ചോദ്യമാണ് തോന്നൂല്ല. അതിന് പൈസ വാങ്ങിച്ചൂടെ, എന്തിനിപ്പോ വെറുതെ ചെയ്തു കൊടുക്കുന്നത്, നമുക്ക് വിശന്നിട്ട് ഈ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ച് അവര് തന്നിട്ടില്ല, എന്നാ പിന്നെ മതിൽ നേരാക്കി തരാം, അതിന് കൂലി തരണം, നമുക്ക് അതുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചൂടെ, ഏതായാലും വിശന്ന് നടക്കല്ലേ. ഖിദർ നബി പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, മൂസ നബിയെ നമ്മൾ രണ്ടാളും പിരിയാണ്, നമ്മൾ രണ്ടുപേരും ഇതാ ഇവിടുന്ന് പിരിയുകയാണ്. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന വിഷയം എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ആ 3 കാര്യങ്ങളുടെ നിജസ് എന്തിനായിരുന്നു ഞാനത് ചെയ്തത് എന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അമ്മ സഫീന, ഇവിടെ തസ്തത്വ എന്നുണ്ട്, ഇനി അവസാനം തസ്ത്യ എന്ന് വരും. തസ്തത്വ, നിങ്ങളെ കൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലല്ലേ, തീരെ കഴിഞ്ഞില്ല. ഇനി വരുന്ന തസ്ത്യ, ഒരു താ കുറയുന്നുണ്ട്, തസ്ത്യ. ഓ, ഇതായിരുന്നു നിങ്ങൾക്ക് കഴിയാതെ പോയത് കേട്ടോ. അപ്പോ മനസ്സിലായപ്പോ ഈ വിഷയം ലഘു, ഓ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ, എനിക്ക് ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്ന് മൂസ നബിക്ക് തോന്നും. ആ തസ്ത്യ എന്ന വാക്ക്, തസ്തത്തി, നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞില്ലല്ലോ ക്ഷമിക്കാൻ. ദാ ഞാൻ പറഞ്ഞുതരാം. അമ്മ സഫീന, ആ കപ്പൽ, ഫകാനത്ത് ലിമസാകീൻ, അത് മിസ്കീന്മാരുടേതായിരുന്നു, മിസ്കീന്മാരുടേതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം ശാഫിഈ തങ്ങൾ ഈ ആയത്തിൽ നിന്നാണ് മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഫഖീർ, ഡെസ്റ്റിറ്റ്യൂട്ട്, എക്സ്ട്രീംലി പൂർ, വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാണ് ഫഖീർ എന്ന് പറയാം. മിസ്കീൻ, ആള് ഗൾഫിലും വിസൊക്കെ ഉണ്ട്, നാട്ടുകാരെ കണക്കിൽ പ്രവാസിയാണ്, ഗൾഫുകാരനാ, പക്ഷേ കടത്തിലാ, ബുദ്ധിമുട്ടിലാണ്. ഷോപ്പുണ്ട്, മൊത്തം കടാണ്. ഒരു ഷോപ്പിന്റെ മുതലാളിയാണ്, പക്ഷെ ആള് കടക്കാരനാണ്. ആള് ഗനിയാണോ, സമ്പന്നനാണോ? അല്ല. ഫക്കീറാണെന്ന് ചോദിച്ചാൽ അതുമല്ല, ആള് മിസ്കീനാണെന്നാണ്. കാഴ്ചക്കാരുടെ കണ്ണിൽ ആള് മുതലാളിയായിരിക്കും, പക്ഷെ ആള് ദാരിദ്ര്യം, അവർക്കാണ് മിസ്കീൻ എന്ന് പറയാം. ഈ കപ്പലിന്റെ ആളുകൾ മിസ്കീന്മാരാണ്, അവരൊരുപാട് കടബാധ്യതയുള്ള ആളുകളാണ്. പക്ഷെ കപ്പലുണ്ട്, പറഞ്ഞിട്ടെന്താ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയില്ലേ? വിശുദ്ധ ഖുർആൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കിതാണ്. ഫുഖറ എന്ന് അധികം പറയാറില്ല, അവർക്ക് എല്ലാവരും സഹായിക്കും. അവർ ഒരു കുഞ്ഞിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കെട്ടിക്കാനുള്ള പൈസ ബാക്കിയായിരിക്കും. മിസ്കീന്മാരങ്ങനെയല്ല, ഒരു കല്യാണം കഴിഞ്ഞാൽ പുര വിൽക്കേണ്ടി വരും. കല്യാണം കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി. നാട്ടുകാരും കടക്കാർ വന്നിട്ട് ഫോൺ ചെയ്തിട്ട് ഇടങ്ങേറാക്കും, നമ്മളെ ഇറച്ചിന്റെ പൈസ, നമ്മളെ പന്തലിന്റെ പൈസ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടേ, അപ്പൊ കഴിയില്ല. ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു. യഅ്മലൂന ഫിൽ ബഹരി, അവർ കടലിൽ ജോലി ചെയ്യുന്നവരാണ്. ഫഅറദ്തു അൻ അഈബഹ, ഞാൻ ആ കപ്പലിനൊരു കേട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു, ആ കപ്പൽ കേടുവരുത്താൻ ഉദ്ദേശിച്ചു. എന്തിന്? വകാന വറാഅഹും മലികുൻ, നമ്മളെ ഇറങ്ങിയിട്ട് ഇവർക്ക് വേറെ സ്ഥലം വരെ പോവാനുണ്ട്, അവിടെ ഒരു രാജാവുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, എല്ലാ നല്ല കപ്പലും പിടിച്ചു വാങ്ങുന്ന ഒരു രാജാവ് അവിടെയുണ്ട്.
അപ്പൊ അദ്ദേഹം ഏത് കപ്പൽ വരുമ്പോഴാ രാജാവ് ചെന്നിട്ട കപ്പലിന്റെ ഉള്ളിലൂടെ നോക്കും, ഇതെനിക്ക് വേണം. അന്നത് രാജാക്കന്മാർ അങ്ങനെ, പിന്നെ ചിന്താവാദം പിക്കറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, പോയി കപ്പൽ പോയി. അപ്പോ ഈ കപ്പൽ ഈ മിസ്കീന്മാർക്ക് കിട്ടണം, അതിനെ ഞാൻ കേടുവരുത്തി. അപ്പൊ രാജാവ് വന്നു, ഇത് പൊളിഞ്ഞ കപ്പലാ, ഇത് വേണ്ടടോ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ കപ്പൽ തിരിച്ചു കിട്ടണം. അവർ നമുക്ക് ഉപകാരം ചെയ്ത ആളുകളാണ്, ഞാൻ അതിനാണ് കേടുവരുത്തിയത്, അവരെ മുക്കിക്കൊല്ലാനല്ല. ആ കപ്പലിന്റെ കഥ അതാണ്. അമ്മൽ ഗുലാം, പിന്നെ ആ കുട്ടി ഞാൻ കൊന്നില്ലേ, ഫകാന അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഈമാനുള്ള നല്ല മനുഷ്യരാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന നല്ല മനുഷ്യരാണ്. ഫഖശീന, നമുക്ക് പേടി വന്നു, അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫറ, ഈ കുട്ടി ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിക്കും. ഈ കുഞ്ഞു കാരണം ഉമ്മയും വാപ്പയും അമുസ്ലിമീങ്ങളായി മാറിയേക്കും, അവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവേണ്ട അവസ്ഥ വരും. ഇവൻ ഒരു കുഞ്ഞ്, മോശമായൊരു കുഞ്ഞുണ്ടാവുന്നതിനെക്കാളും നല്ലത് കുഞ്ഞില്ലാതിരിക്കലാണ്. അപ്പൊ മക്കളില്ല എന്ന് വിചാരിച്ച് മക്കളില്ലാത്തവർ ഒരുപാട് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. വേറെയും ഒരുപാട് മക്കളെ നമുക്ക് വളർത്താൻ കഴിയും. നമുക്കുണ്ടാകുന്ന മക്കൾ ദുഷിച്ച മക്കളാണെങ്കിൽ ആ കുഞ്ഞിനിക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഉമ്മയും വാപ്പ ആഗ്രഹിച്ചു പോകും. അപ്പോ ഈ ഉമ്മയെയും വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോവാൻ ഈ കുട്ടി കാരണമാവും. ഈ കുട്ടിയെക്കാളും പരിശുദ്ധിയുള്ള ഒരു കുട്ടിയെ അള്ളാഹു ഇവർക്ക് പകരം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. മാതാപിതാക്കളോട് സ്നേഹബന്ധമുള്ള ഒരു കുഞ്ഞിനെ ഇവനതിന് പറ്റൂല, ഇവൻ വലുതായാൽ ഉമ്മയെയും വാപ്പയെയും നോക്കൂല, ഉമ്മയെ വാപ്പയെയും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത്. അമ്മൽ ജിദാർ, പിന്നെ ആ മതിൽ ഞാൻ എന്തിനെ വെറുതെ നേരാക്കിയതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്, ആ മതിലിന്റെ കാര്യം. ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ നഗരത്തിൽ ജീവിക്കുന്ന 2 യതീം മക്കളുടെ സമ്പത്ത്, വകാന തഹ്തഹു കൻസുൽ ലഹുമാ, ഇവരുടെ വാപ്പ മരിച്ചുപോയിട്ടുണ്ട്, വാപ്പ മക്കൾക്ക് വേണ്ടി നിധിയായി കുറച്ച് സംഖ്യ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ ലോക്കർ എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ ഉള്ളിൽ കുഴിച്ചിടലാണ്, അന്നത്തെ ബാങ്ക്, അന്നത്തെ സേഫ് എന്നൊക്കെ പറഞ്ഞ അതാണ്. അപ്പൊ ഈ മതിലിന്റെ തറയുടെ ഉള്ളിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ വാപ്പ കുഴിച്ചിട്ടുണ്ട്. വാപ്പ ദുആ ചെയ്ത്, പടച്ചവൻ എന്റെ മക്കൾ വലുതാകുമ്പോൾ ഇതിന്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കണമേ, അത് എങ്ങനെയെങ്കിലും ഈ മക്കളുടെ കയ്യിൽ കിട്ടും. ആ വാപ്പത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മതിലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ മതിൽ പൊളിഞ്ഞു പോയാൽ വഴിയിൽ പോകുന്ന ആളുകൾ ഇത് കണ്ടെടുക്കൂലേ, അപ്പൊ ഈ കുട്ടികൾക്ക് ഇത് കിട്ടാതെ വരൂലേ. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ സമ്പത്ത് കിട്ടണമെന്നതിന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. അതിന് വേറെ കാരണം കൂടെ പറഞ്ഞു, വകാന അബൂഹുമാ സ്വാലിഹ, ഈ കുട്ടികളുടെ വാപ്പ, അത് നേരെ വാപ്പയല്ല, 7ാമത്തെ ഉപ്പാപ്പ സ്വാലിഹൻ, വളരെ നല്ല മനുഷ്യനായിരുന്നു. 7ാമത്തേതായിരുന്നു എന്ന് കിട്ടുന്ന തഫ്സീറിൽ നിന്നാണ്, ആയത്തിൽ നിന്ന് കിട്ടൂല. വകാന അബൂഹുമാ സ്വാലിഹ, ഈ കുട്ടികളുടെ 7ാമത്തെ ഉപ്പാപ്പ വളരെ നല്ല മനുഷ്യനാണ്. ഫഅറാദ റബ്ബുക്, അതുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനം, അൻ യബ്ലുഗ അശുദ്ധഹുമാ, അവർക്ക് പ്രായപൂർത്തി എത്തുകയും, വയസ്തഖ്രിജ കൻസഹുമാ റഹ്മത്തൻ മിർ റബ്ബിക്, പ്രായപൂർത്തി എത്തിയിട്ട് അപ്പോഴാണ് ക്രയവിക്രയത്തിന് ഒരു സാധനം ഉപയോഗിക്കാനും പൈസ കൈമാറാനും ഒക്കെയുള്ള പക്വത വരുന്ന സമയമെത്തിയാൽ ഇവരെന്ത് ചെയ്യണം, ഈ നിധി അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. ഇവിടെ കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരാൾ നന്നായാൽ ആ നന്മയുടെ ഫലം 7 തലമുറകളിലേക്ക് എത്തുമെന്നാണ്. ഒരുപക്ഷെ നമുക്ക് അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ, നമ്മുടെ പിതാക്കന്മാർ, വാപ്പ, വല്ലിപ്പയുടെ വല്ലിപ്പേ ഒക്കെ ദുആ ചെയ്ത് ദുആയിരിക്കും, പടച്ചോനെ എന്റെ തലമുറയിൽ നല്ല മക്കളുണ്ടാക്കണേ, അവർക്ക് നീ ഐശ്വര്യം കൊടുക്കണേ, അവർക്ക് നീ ഞങ്ങൾക്കുള്ള ഈ ദാരിദ്ര്യം എന്റെ മക്കൾക്കോ മക്കളെ മക്കൾക്കൊന്നും വരുത്തരുതേ എന്നൊക്കെ ചെയ്ത ഏതെങ്കിലും നല്ല ദുആ, അവർ ചെയ്ത ചില പ്രാർത്ഥനകൾ, അവരുടെ ചില ഔറാദുകളും ദിക്റൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടി, മക്കളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കും അങ്ങനെ ദ്വാരക്കണം. എന്റെ കുട്ടിക്ക് മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ദുആ ചെയ്ത്, തലമുറകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോ ആ ഒരു നന്മയാണ് അല്ലാഹു തആല കാരണം പറഞ്ഞത്. വകാന അബൂഹുമാ സ്വാലിഹ, അവരുടെ വാപ്പ വല്ലിപ്പമാരിൽ കഴിഞ്ഞു പോയൊരു നല്ല മനുഷ്യൻ ഉണ്ടായതുകൊണ്ട് അത് കാരണം ഇവർക്കത് കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ലാഹു തആല പറയാണ്. അപ്പൊ അതിനാണ് ഞാനത് ചെയ്തത്. വമാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഖുദർ നബി പറയാ, ഞാൻ ഈ ചെയ്തതൊക്കെ എന്റെ ഇഷ്ടപ്രകാരം, എന്റെ ഒരു തീരുമാനം മാത്രമല്ല. ദാലിക തഅവീലു മാ ലം തസ്തി അലൈഹി സബ്റ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ വിശദീകരണം ഇതാണ് കേട്ടോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ തസ്തി, ആ ഖനം കുറഞ്ഞു. ഓ, ഇത്രയായിരുന്നുള്ളൂ അല്ലേ, ഞാനതൊന്നും വിചാരിച്ചില്ല, ഞാനങ്ങ് ചോദിച്ചുപോയി.
എന്ന് ആ തസ്തത്യ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഗാംഭീര്യം വിഷയം മനസ്സിലായാൽ പിന്നെ എളുപ്പമായി. അതാണ് അല്ലാഹു തസ്ത്യ. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസത്തിൽ അതിന്റെ പ്രതികരണം, അതിന്റെ റിഫ്ലക്ഷനിൽ വ്യത്യാസം വരുന്നു. തസ്ത്യ അലൈഹി സുബ്റാം എന്ന് മഹാനായ ഖദർ നബി അലൈഹിസ്സലാം സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.